പരിഭ്രമമോ? എനിക്കിപ്പോ പശ്ചാത്താപമേ ഉള്ളൂ. നീ ചെയ്തതിനെ പറ്റിയോ? അല്ല, സാറിനെ വിശ്വസിച്ചതിനെ പറ്റി. സാറിനെ കണ്ടപ്പോൾ അറിയാതെ വിശ്വസിച്ചു. നീ എന്താണ് ഈ പറയുന്നത്? പറയുന്നതോ? കൊലപാതകത്തിന്റെ എല്ലാ തെളിവുകളും സാറിന്റെ കയ്യിൽ നിന്നും മേടിച്ചില്ല. ഇനി എന്നെ തൂക്കാം. തെളിവില്ലാത്ത ഒരു കൊലക്കേസ് ഒറ്റയ്ക്ക് തെളിയിച്ചുള്ള സമ്മാനം സാറിന് മേടിക്കാം. അമ്മോ, സാറേ, എന്റെ അച്ഛൻ കിടക്കാത്ത ജയിലിൽ കേരളത്തിൽ, ഈ ആലപ്പുഴ പട്ടണത്തിൽ പാതകൾ ചീഞ്ഞൊഴുകുന്ന 10,000-കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ പൊടിയും പിടിച്ചറന്ന് എന്റെ അച്ഛന്റെ വിളികേട്ട് കടലിൽ നടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അമ്മ കത്തിക്കുന്നത്. അതാണ് ഭാര്യയുടെ അവകാശം. ഇങ്ങോട്ട് കൊണ്ടുവരും. അമ്മ അതിനായി തൊഴിലാളികളെ ഇനി ഞാൻ എന്തെങ്കിലും കത്തിച്ചാൽ അടങ്ങത്തില്ല. ഇനി എന്റെ കയ്യിൽ കിട്ടുന്നത് ഇരുപതെല്ലാം ഞാൻ കത്തിക്കും. ഇല്ല എന്താ നോക്കുന്നു?
എന്റെ കൂടെ ഒരാളുണ്ട്. അമ്മോ, അദ്ദേഹം എന്താ അവിടെ നിന്ന് പറഞ്ഞത്? ഈ കുട്ടിയുടെ അച്ഛനാണല്ലേ? ഇത് നല്ല കൂട്ട്. അതങ്ങോട്ടാണ് കാണിക്കുന്നത്. എങ്ങനല്ലേ എന്താണ് ഭവാനി? ഞാൻ എഴുന്നേക്കാത്തത് മര്യാദയോടുകൊണ്ടല്ല, എഴുന്നേക്കാൻ മേലാഞ്ഞിട്ടാ. നടി പറഞ്ഞതാ. എന്നറിയോ പട്ടാളം ഭവാനി? അവളുടെ തലയ്ക്ക് നല്ല സുഖമില്ല. അവർക്ക് നാട് നൽകി ഫോട്ടോ സുഖമില്ല. ചുരുക്കത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇപ്പൊ ഓരോ നാടും ഓരോ സ്ഥലവും പ്രവർത്തനത്തിലുള്ളൂ. അപ്പോഴും ഞങ്ങളൊന്നും കേട്ടോ ആ മതി മതി. ഒരു മര്യാദയുണ്ട്. അങ്ങോട്ടില്ലാതെ എടിപ്പന്നെ എങ്ങനെയാട്ടിക്കുന്നു? അയ്യോ, ഇതെന്താണ് വെള്ളി പാത്രം? ഇത് വെള്ളിയല്ല, ശീല. നോക്കിട്ടാണോ? ഞാൻ നോട്ടിക്കുന്നു. ഇതുവരെയൊന്നും അറിയാം. ഇപ്പൊ പറഞ്ഞെന്നറിയുന്നു. അച്ഛനും അമ്മയും വിശന്നിരിക്കാൻ പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് വാങ്ങിച്ചെന്ന്. കഴിഞ്ഞ 17 കൊല്ലമായി ചോരാളനെ എങ്ങനെ വാങ്ങി തന്നിട്ടില്ലല്ലോ. ഇന്നൊരാൾ വാങ്ങി തന്നെ ഞങ്ങളുടെ പട്ടില്ല. ഇങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? മാനം വിറ്റിട്ടില്ലെങ്കിലും ഭേദം ഈ ചവിട്ടടിക്ക് മണ്ണ് തിന്നാൻ വിചാരിച്ചാരം. അമ്മേ, ഇത് മാനം വെച്ചതല്ല. എന്നാലും എനിക്ക് വലിയ പാത്രത്തിലേ വേണ്ട. ഭവാനി, നീ ശല്യം ഉണ്ടാക്കാതെ അകത്തു പോയിരുന്നു അത് കഴിച്ചോ. അമ്മോ, അത് നിറച്ചു കൊടുക്കണേ. അപ്പോഴേ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ഈ ഡിസ്ട്രിക്റ്റിലെ ആന്റി കറപ്ഷൻ ഓഫീസറാണ്. ആ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളും തമ്മിൽ അത്ര വലിയ ബന്ധത്തിന് അവകാശമില്ല. ഓ ഇല്ല, പക്ഷേ ഇന്നങ്ങനെ ഉണ്ടായി. എങ്ങനെ? ഞാൻ നിങ്ങളുടെ മകളെ അസാധാരണമായ നിലയിൽ എന്റെ വീട്ടിൽ വെച്ച് കണ്ടു. അവളെന്തിനാ നിങ്ങളുടെ വീട്ടിൽ വന്നത്? അറിഞ്ഞുകൊണ്ട് വന്നതല്ല, അറിയാതെ. എന്തിന്? ഒരു കുറ്റം ചെയ്തിട്ട് രക്ഷപ്പെടാൻ. കുറ്റം ചെയ്തെന്നോ? അമ്മോ, എന്ത് കുറ്റം? ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ കുത്തി. അയാൾ മരിച്ചു. ഓ, ഈ ഒരു മതി. നാളെയോ? അമ്മേ, നാളെ ഞാൻ പോണു. എവിടെ? തിരുവനന്തപുരത്തേക്ക് എനിക്ക് ജോലി കിട്ടി. മരിച്ചോ? അതെ, അച്ഛൻ കൊടുത്ത കത്തി മകൾ ഉപയോഗിക്കുകയായിരുന്നു. അവൾ അതിന് നിങ്ങളോട് പറഞ്ഞു? അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ഇപ്പോ പിന്നെ അവൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്? നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് അമ്മയും അച്ഛനെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നടപടികൾ ആരംഭിച്ചോ? ഇല്ല, തൽക്കാലം ഈ വിവരം ഞാനല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. ഇതിനെല്ലാം ഇടവരുത്തിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സാഹചര്യം അല്ല, നിങ്ങൾ കൊടുത്ത ആ കത്തി. അതവിടെ രക്ഷിക്കുകയല്ലേ ചെയ്തത്? രക്ഷയോ? കൊലപാതകത്തിന്റെ ശിക്ഷ നീ മറന്നോ? സാറേ, ആ ശിക്ഷ എന്റെ അമ്മയുടെ എന്തൊരു അഭിമാനമാണെന്നോ?